ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന നല്ലൊരു DIYയുടെ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന നല്ലൊരു ടോണറിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മൾ 50+ കഴിഞ്ഞവർക്ക് വേണ്ടി മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് നമുക്ക് അത്രയും നല്ല ഉപകാരമുള്ള ഒരു ടോണറിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഹായ് ഹലോ, കുക്കു മിന്നു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ പ്ലീസ്. അതുപോലെ ഞാൻ കൊണ്ടുവരുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തരാൻ വിട്ടുപോകരുത്. വീഡിയോ കാണാൻ തുടങ്ങുമ്പോഴേ ഒരു ലൈക്ക് തന്നേച്ച് കാണുവാണെങ്കിൽ നിങ്ങൾ മറക്കത്തില്ലായിരിക്കും. പലരും ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകുന്നുണ്ട്. അതെനിക്ക് മനസ്സിലാകും, നോക്കിയാൽ എനിക്ക് മനസ്സിലാകും കേട്ടോ. അപ്പോൾ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും തരണം. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ടോണറിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മളെപ്പോഴും നൈറ്റും ഡേയും സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യുമ്പോൾ നമ്മൾ മസ്റ്റായിട്ട് നമ്മുടെ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ടോണർ ചെയ്യും അല്ലേ. നമ്മൾ ടോണർ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നൊന്ന് നല്ല ക്ലിയർ ആകാനും നമ്മുടെ സ്കിന്നൊന്ന് ടൈറ്റൻ ആകാനും നമുക്ക് നമ്മുടെ pH ബാലൻസ് ചെയ്യാനും അതുവഴി നമ്മുടെ സ്കിന്നിലെ ഉള്ളിലേക്ക് നമ്മൾ ടോണർ അടിച്ചു കഴിഞ്ഞാണല്ലോ നമ്മൾ സിറം ഉപയോഗിക്കുന്നത്, മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇടുമ്പോൾ നമ്മുടെ ഉള്ളിലോട്ട് ആഴത്തിൽ ഇറങ്ങി ചെന്നിട്ട് നല്ലതായിട്ട് അതിൻ്റെ പ്രയോജനം നമ്മുടെ സ്കിന്നിൽ കിട്ടുകയും ചെയ്യും. അപ്പം ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന 2 കാര്യം, 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ ടോണർ ഉണ്ടാക്കുന്നത്. അതിലൊന്നാണ് നമ്മുടെ ഗ്രീൻ ടീ. ഗ്രീൻ ടീ എല്ലാവർക്കും സുപരിചിതമായിരിക്കും അല്ലേ. എന്നാൽ സുപരിചിതമല്ലാത്ത എന്നാൽ ഇപ്പം മിക്കവാർക്കും എല്ലാവർക്കും അറിയാം കാമമിൽ ടീ ബാഗ്, അല്ലെങ്കിൽ ഇത് ഞാൻ ടീ ബാഗ് എടുക്കുന്നതേ ഉള്ളൂ. നമുക്ക് നാട്ടിലാണെങ്കിൽ ഓൺലൈനിൽ കാമമൈൽ ഫ്ലവർ തന്നെ വാങ്ങിക്കാൻ കിട്ടും. അത് ഒട്ടും ചിലർക്കൊന്നും അറിയത്തില്ലായിരിക്കും. പക്ഷെങ്കിൽ ഈ ഒരുപാട് ആരോഗ്യപരമായിട്ട് നമ്മുടെ ഹെൽത്ത് പരമായിട്ട് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സാധനമാണ് കാമമൈൽ ഫ്ലവർ. ഒരു ചെടിയിൽ നിന്ന് എടുക്കുന്നതാണ് ഈ ഫ്ലവർ, മനസ്സിലായോ. ഇത് ഉണങ്ങിയത് കൊണ്ടാണ് നമ്മൾ ഈ ടീ ബാഗ് ഉണ്ടാക്കുന്നതും നമ്മുടെ മെഡിസിനായിട്ടെല്ലാം ഉണ്ടാക്കുന്നത്. ഇതിനെക്കുറിച്ച് തന്നെ ഒരു വീഡിയോ തന്നെ ഇടാം, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കുറിച്ച് പറയുന്നില്ല. എന്നാൽ ശരിക്കൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററിയും പിന്നെ ഹെൽത്ത് ബേസ് ആണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. നല്ല ഉറക്കം കിട്ടാൻ ഏറ്റവും ബെസ്റ്റാണ്. പിന്നെയെന്ന് പറയുന്നത് നമ്മുടെ മെൻസ്ട്രൽ പെയിൻ ഉണ്ടാകുമ്പം അതിനുള്ള നമ്മുടെ മസിൽസിന് നമ്മുടെ ഇൻറ്റേർണലായിട്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിനെക്കുറിച്ച് മാത്രമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്താലും അത് തീരത്തില്ല, അത്രത്തോളം ബെനിഫിറ്റ്സ് ഉണ്ട്. ഇത് നമ്മൾ ടോണറായിട്ട് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഇതിന് നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആയിട്ട് വെക്കാൻ ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ ഇത് ഇമ്മ്യൂണിറ്റി പവർ കൂടുതലുള്ള സാധനമാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റായ ഒരു സാധനമാണ് കാമമൈൽ ഫ്ലവർ എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ ഇൻഗ്രീഡിയൻസും ഓരോ ഫേസ് പാക്കുകളും ഓരോന്നും വാങ്ങിക്കാൻ കിട്ടുമ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ കാണാം കാമമൈൽ എക്സ്ട്രാക്റ്റ് എന്നൊക്കെ പറഞ്ഞ് കാണാം. അത്രത്തോളം ബെനിഫിറ്റ്സ് ഉള്ളതാണ് ഈ കാമമൈൽ ഫ്ലവർ. അതുപോലെ തന്നെയാണ് നമുക്ക് ഗ്രീൻ ടീ. ഗ്രീൻ ടീയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ. നമ്മുടെ മെറ്റാബോളിസം ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ ശരിക്കും ആൻറ്റി ഓക്സിഡൻ്റാണ് നമ്മുടെ നല്ലൊരു സ്കിന്നിൻ്റെ ഹെൽത്തിന്. പിന്നെ ഒരുപാട് നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാൻ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ഗ്രീൻ ടീക്ക്. ഇത് രണ്ടും വെച്ചിട്ടാണ് ഞാൻ ടോണർ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ 2 ഓയിൽസും കൂടെ ചേർക്കുന്നുണ്ട്. അത് ചേർക്കുന്നത് ഒന്ന് നമ്മുടെ റോസിപ്പ് ഓയിലാണ്, അതിൻ്റെ 2-3 തുള്ളി നമുക്ക് ഒഴിക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ നമ്മുടെ ലിക്വറിസിൻ്റെ അതിൻ്റെ എക്സ്ട്രാക്റ്റും കൂടാണ് ഞാൻ ഒഴിക്കുന്നത്. ലിക്വറിസ് അതായത് ഇരട്ടി മധുരത്തിൻ്റെ ഗുണങ്ങൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടോ, വീഡിയോയിൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഫേസിൽ ഇരട്ടി മധുരത്തിൻ്റെ പൗഡർ അത് തിളപ്പിച്ച വെള്ളം അതിൻ്റെ ടോണറായിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും ബെസ്റ്റാണ്.
ഞാൻ അതിൻ്റെ ലിക്വറിസിൻ്റെ എക്സ്ട്രാക്റ്റും കൂടി ഇതിൻ്റെ അകത്ത് 1-2 ഡ്രോപ്സും കൂടെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഇവിടെ ഇട്ടേക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്കത് മനസ്സിലാകും. ഏറ്റവും നമുക്ക് റോസിപ്പോയിലും അതുപോലെ തന്നെ ലിക്വറിസ് എക്സ്ട്രാക്റ്റും എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റാണ്. നമ്മൾ ഒരു 50 ഇത് രണ്ടും വാങ്ങിക്കാനില്ല, ഓക്കെ പോട്ടെ. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ അകത്തോട്ട് കോക്കനട്ട് ഓയിലിൻ്റെ 1-2 ഡ്രോപ്സ്, അല്ല എങ്കിൽ നമ്മുടെ വൈറ്റമിൻ്റെ ഒരു ഗുളിക പൊട്ടിച്ച് അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്താൽ മതി. അതല്ല എങ്കിൽ നിങ്ങൾക്ക് അലോവേര ജെല്ല് ചേർക്കാം, റോസ് വാട്ടർ ഒഴിക്കാം, മിക്സ് ചെയ്യാം, എല്ലാം വേണമെങ്കിൽ മിക്സ് ചെയ്യാം. പോരാത്തതിന് ഗ്ലിസറിൻ വേണ്ടവർക്ക് ഗ്ലിസറിനും ആഡ് ചെയ്യാം. ഈ റോസിപ്പോയിലും ലിക്വറിസിൻ്റെ എക്സ്ട്രാക്റ്റും വേണമെന്നേ ഒരു നിർബന്ധവും ഇല്ല, ഉള്ളവർ ചേർത്താൽ മതി. പക്ഷെങ്കിൽ ഇച്ചിരി നല്ലതായിട്ട് നമുക്ക് ഇച്ചിരി ഏറെ ഗുണങ്ങൾ കിട്ടും, അത്രയേ ഉള്ളൂ. ഈ രണ്ടും മാത്രം ആണെങ്കിലും നമുക്ക് ഏറ്റവും ബെസ്റ്റാണ് തരുന്നത്. മനസ്സിലായോ? ഞാൻ പറഞ്ഞ റോസിപ്പോയിൽ ഇതാണ്, ഇതിൻ്റെ 1-2 തുള്ളി. അതുപോലെ ലിക്വറിസിൻ്റെ എക്സ്ട്രാക്റ്റ് ഇതാണ്. ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതാണ് നമ്മുടെ ഉണ്ടാക്കിയ ടോണർ. നല്ല ഒരു സ്മെല്ലും ഇങ്ങനെ എന്തൊരു കൂളിംഗ് എഫക്റ്റാണെന്നറിയാമോ. നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചോ വെക്കാതെയോ ഒക്കെ നമുക്ക് ഒരാഴ്ചത്തേനൊക്കെ നല്ലതായിട്ട്, ഒരാഴ്ചയല്ല ഒരു 10 days വരെയൊക്കെ നമുക്ക് പുറത്ത് വെച്ച് തന്നെ ഉപയോഗിക്കാം. നമ്മൾ ക്വാണ്ടിറ്റി കുറച്ച് ഉണ്ടാക്കിയാൽ മതി, അപ്പോൾ പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ. ഏറ്റവും ബെസ്റ്റാണ് ഇത്. ഞാൻ എൻ്റെ 50+ ഒരു 45 കഴിഞ്ഞവർക്കും 50+ കഴിഞ്ഞവർക്കും നമ്മൾ ഒരു ടോണർ വാങ്ങിച്ച് വെറുതെ പൈസ കളയേണ്ട ആവശ്യമേ ഇല്ല. റോസ് വാട്ടർ ആണെങ്കിൽ ഏറ്റവും നമുക്ക് വില ഏറ്റവും കോസ്റ്റ് കുറഞ്ഞത് റോസ് വാട്ടറാണ്. അതിനേക്കാളിലും ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഈ നമ്മൾ ഈ ഉണ്ടാക്കുന്ന കാമമൈൽ ഫ്ലവറിൻ്റെ ഇതും ഗ്രീൻ ടീ. ഇതിപ്പോൾ ഇതൊന്നുമില്ല, ഗ്രീൻ ടീ തന്നെയാണെങ്കിലും ഏറ്റവും ബെസ്റ്റാണ് ടോണറിൻ്റെ. ഇതിപ്പോൾ ഞാനിത് നിങ്ങളെ പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് അധികം എക്സ്പെൻസ് ഒന്നുമില്ലാതെ ഈ കാമമൈൽ ഫ്ലവർ നാട്ടിൽ ഇതിൻ്റെ ഫ്ലവർ ഉണങ്ങിയതായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇവിടെ ലുലുവിലും ഒക്കെ കിട്ടുന്നുണ്ട്, ഓൺലൈൻ വഴി കിട്ടും, നാട്ടിൽ കിട്ടും. അപ്പോൾ അത് ഫ്ലവറായിട്ട് നമുക്കിപ്പം വാങ്ങിക്കാൻ കിട്ടും. ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സാധനമാണിത്, ഈ കാമമൈൽ ഫ്ലവർ എന്ന് പറയുന്നത്. പിന്നെ ഗ്രീൻ ടീയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമായിരിക്കും. ഈ ഫ്ലവറിൻ്റെ ഇതേപോലെ തന്നെ ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെയാണ് ഈ ഫ്ലവർ ഇരിക്കുന്നത്. അതാണ് നമ്മളിതിവിടെ ഇത് എപ്പോഴും നമ്മൾ രാവിലെയും വൈകിട്ടും മുഖം കഴുകിയിട്ട് സ്കിൻ കെയർ ചെയ്യുമ്പോൾ മസ്റ്റായിട്ടും ടോണറിന് പകരം നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ എന്നെങ്കിൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ടോണർ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി നമുക്കിത് ചെയ്യാം. ഓക്കെ, എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ഇതിൻ്റെ അകത്ത് വീഡിയോ ആഡാക്കിക്കോളാം. ഓക്കെ, എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഞാൻ വീണ്ടും ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ടൊന്ന് ബെല്ലൈക്കണും കൂടെ അമർത്താൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു, ബൈ. വേറൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.